നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ആദർശ്. കഴിഞ്ഞ മാർച്ച് 26 നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ.വി. ഗണേഷ് കുമാർ ഒരു KSRTCയുടെ പുതിയതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബസ് ലൈലൻഡിൻ്റെ ലൈനക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ബസ് പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് 20 കിലോമീറ്ററോളം പബ്ലിക് റോഡിലൂടെ വാഹനം ഓടിച്ചതിൻ്റെ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും കൊടുക്കുകയുണ്ടായി. അതിൻ്റെ വീഡിയോ KSRTCയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കാരണം ഇതിനകത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് മൊത്തം വന്നിരിക്കുന്നത്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം എന്ത് കപ്പാസിറ്റിയിലാണ് ആ വാഹനത്തിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നത്? പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അതിൻ്റെ റൂൾസിൻ്റെയും വയലേഷൻ, നഗ്നമായ ലംഘനം കൂടാണത്. അതിനകത്ത് പാസഞ്ചർ ഉള്ള ഒരു വാഹനം, ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കണമെങ്കിൽ അതിന് മതിയായ ബാഡ്ജ് വേണം, പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കാനുള്ള ലൈസൻസും അതിൻ്റെ ബാഡ്ജും. അത് മാത്രമല്ല, ആ വാഹനം ഓടിക്കുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ധരിച്ചിരിക്കണം. അദ്ദേഹം വാഹനം ഓടിക്കുന്ന ആ വീഡിയോയിൽ അദ്ദേഹം യൂണിഫോമിലൊന്നും അല്ല വാഹനം ഓടിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഈ പറയുന്ന ബാഡ്ജ്, പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കാനുള്ള ബാഡ്ജ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. എങ്കിലും അതുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന യൂണിഫോം ധരിക്കാതാണ് പബ്ലിക് റോഡിലൂടെ ഈ വാഹനം ഓടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് KSRTCയുടെ ബസ്സിൻ്റെ കാര്യക്ഷമത, അതായത് ആ പുതിയതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൻ്റെ ലൈലൻഡിൻ്റെ ലൈനക്സ് എന്ന് പറയുന്നൊരു മോഡലാണ്. 38 സീറ്റർ ബസ്സാണ്. അപ്പോൾ അത്രയും ഇതിൽ പാസഞ്ചേഴ്സായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഇപ്പോഴത്തെ KSRTC MDയുമായ പ്രമോദ് ശങ്കർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനൊപ്പം അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ നിന്നുള്ള മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും KSRTCയിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കെല്ലാം ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാം. ഇവരാരും അത് തടഞ്ഞില്ല. KSRTCയിൽ ഒരു വാഹനത്തിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാൻ അതിന് ബന്ധപ്പെട്ട ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ട്. അവരാരൊക്കെയാണെന്ന് പറയാം. വെഹിക്കിൾ സൂപ്പർവൈസർ, പിന്നെ ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ, വെഹിക്കിൾ മൊബിലിറ്റി ഓഫീസർ, ഇങ്ങനെ 3 തസ്തികകൾ തന്നെ ഉണ്ട്. ഈ പറയുന്നവർ ടെക്നിക്കൽ പേഴ്സൺസാണ്. ഈ 3 തസ്തികകളും ടെക്നിക്കൽ പേഴ്സൺസിൻ്റെയാണ്. ഇവരാണ് ഒരു വാഹനം ഇതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാനും അത് KSRTCക്ക് പറ്റുന്നതാണോ, അല്ലെ KSRTCയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ട്, അല്ലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് പാസഞ്ചർ സർവീസിന് പറ്റുന്ന തരത്തിലുള്ള വാഹനമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതും അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കേണ്ടതും ആ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ഒരു ടെക്നിക്കൽ വർക്ക് എങ്ങനെയാണ് നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയത്? അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ടെക്നിക്കൽ നോളജാണ് ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളത്? ഇതിനൊന്നിനും യാതൊരുവിധ ആൻസറും ഇവരുടെ ഭാഗത്തുണ്ടാവില്ല. കാരണം മന്ത്രി വരുന്നു, കുറേ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അതൊരു ഷോയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അതിന് പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നു. ഇതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനമോ ഒന്നും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 3 തസ്തികകളും KSRTC ഇദ്ദേഹം മന്ത്രിയായപ്പോൾ എന്തുകൊണ്ട് നിർത്തലാക്കിയില്ല? ഇനി ഇതിനകത്ത് ഉയർന്നു വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വാഹനം അല്ലെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാൻ ഉള്ള അനുവാദം ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ? അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇതിനെതിരെ ഞാനിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് നടപടിയെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം.